ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് എന്തെല്ലാമാണ്, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളൊരു ലവ് റീഡിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Queen of Pentacles, Ace of Cups, Nine of Wands. Hanged. Knight of Swords, Knight of Pentacles, the World, bottom of the deck Ace of Wands ആണ് വന്നിരിക്കുന്നത്. Guilt, silence, flower. We are the world. Schizophrenia. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഈ വ്യക്തിയെക്കുറിച്ചല്ലേ നിങ്ങൾക്കറിയേണ്ടത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നതാണ്, ഇവിടെ പറയുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ തരത്തിലുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടത്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ തുടങ്ങിയത് തന്നെ ആരോരും അറിയാതെയുള്ള ഒരു കണക്ഷനായിരുന്നു. നിങ്ങൾ രണ്ടുപേർ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലവറാവാം, പാർട്ട്ണറാവാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറാവാം, ആരുമാകാം. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന വ്യക്തികളാകാം. അങ്ങനെ വന്നിട്ട് ഏജ് ഓവറായവരും ആകാം. ഏതൊരു സാഹചര്യമാണോ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് ആ സാഹചര്യം എടുത്താൽ മാത്രം മതിയാവും. അങ്ങനെയാണ്. അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണമെന്നില്ല. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, റെസണേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ നല്ല ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടതാണ്. ഏതോ ഒരു വഴിയിലൂടെ വന്ന് ഒരിക്കലും നിങ്ങൾ രണ്ടു പേരും കൂടി തീരുമാനിച്ചതേ അല്ല. കാരണം രണ്ടുപേർക്കും രണ്ട് ലൈഫുണ്ട്. രണ്ടുപേരും രണ്ട് വഴിയിലൂടെ നല്ല ഒരു രീതിയിലുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഇത്. ആദ്യമൊന്നും ഒരു പ്രണയമൊന്നുമില്ലായിരുന്നു. വെറുതെ സംസാരിച്ച് വന്നിട്ട് അത് പിന്നെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയിട്ട് ആ ഒരു ബന്ധം കൂടുതൽ അത് ശക്തിപ്പെട്ടു വന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ശക്തിപ്പെട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി ഇവിടെ ഇത് പിരിയാൻ പറ്റാത്ത ഒരു ബന്ധമാണല്ലോ, എന്തോ ഒരു ശക്തി നിങ്ങളിലേക്ക് ആവാഹിച്ചു വരുന്നത് പോലെ ഒരു തോന്നൽ രണ്ടുപേർക്കും ഉണ്ടായി. അത് രണ്ടുപേരും പരസ്പരം പറയുകയും ചെയ്തു. രണ്ടുപേർക്കും അങ്ങനെ ഒരു തോന്നൽ വന്നു. എങ്ങനെയോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്നീട് വിട്ടുമാറാൻ പറ്റാത്ത ഒരു അവസ്ഥയും ആയി.
വിട്ടുമാറണമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ ഇത് വേണ്ട, ഇങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു. പക്ഷേ അത് നിങ്ങൾക്ക് പറ്റിയില്ല. വീണ്ടും ബന്ധം സുദൃഢമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് വന്നത്. കാരണം നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായി. നിങ്ങളുടെ കർമ്മ എല്ലാം തീരാറായ സമയത്ത് നിങ്ങൾ ഈ പ്യുവറായിട്ടുള്ള ഈ സോൾ നിങ്ങളിലേക്ക് വന്നതാണ്. അതാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ വിട്ടുപിരിയാത്ത അവസ്ഥ രണ്ടു കൂട്ടർക്കും തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ ഒരു ദൈവികമായ നിയോഗമാണല്ലോ, ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണല്ലോ, അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ച ഒരു ബന്ധമാണല്ലോ ഇതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവാൻ തുടങ്ങിയത്. ഇദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് കാണുന്നുണ്ട്. എന്തിനും സ്നേഹത്തിന് വേണ്ടി, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി എന്തിനും തയ്യാറെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തികം എല്ലാം ഉണ്ട്, പക്ഷെ ഉപാധികളില്ലാത്ത ഒരു സ്നേഹമാണ് നിങ്ങളോട് തോന്നിയത്. അത് വളരെ പ്യുവറാണ്, പരിശുദ്ധമാണ് എന്നൊക്കെ, സിൻസിയറാണ് എന്നും ഇവിടെ കാണാൻ കഴിയുന്നു. അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. ഏത് വിധത്തിലും നിങ്ങളെ സന്തോഷിപ്പിച്ചിരുത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ആ വ്യക്തിക്ക് ഉള്ളൂ. ഒരു ദിവസം മെസ്സേജ് ഇട്ടില്ല, ഒരു ദിവസം കണ്ടില്ല എങ്കിൽ ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. എല്ലാ ദിവസവും 2-3 തവണ വീതം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനുള്ളത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, 6 of Cups ദ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്ന് ചേരണം, ഗിഫ്റ്റുകൾ കൈമാറണം, പലപ്പോഴും സംസാരിക്കുന്നതെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു എനർജിയിലാവും നിർത്തുന്നത് എന്ന് കാണുന്നുണ്ട്. അഥവാ ഇനി നിങ്ങളൊന്ന് വഴക്കിട്ടാൽ പോലും ഒരു ദിവസത്തിൽ കൂടുതൽ ആ ഒരു പിണക്കം നീണ്ടു നിൽക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഏത് കാര്യത്തിലായാലും അറിയാവുന്ന ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു എനർജി അവരെ അധ്വാനിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സാമ്പത്തികമായ യാതൊരു ഇടപാടുകളും വെച്ചിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഒരു ഉപാധി ഒന്നുമില്ലാത്ത നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിങ്ങൾ മറ്റാരുടെയും പേര് പറയാനും മറ്റൊരു വ്യക്തിയെയും കൊണ്ടുവരാനും നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ് എന്ന് കാണുന്നുണ്ട്. ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട്. അഥവാ ഒരു ദിവസം കണ്ടില്ല എങ്കിൽ പോലും ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, ഏത് കാര്യം തുടങ്ങിയാലും നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളോട് പറയുക, ഹി ഓർ ഷീ രണ്ടുമാകാം. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വലിയ എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ളത്. വളരെ നല്ല ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണുന്നു. ലോകം മുഴുവൻ നിങ്ങളെ കൊണ്ട് ചുറ്റാൻ ആഗ്രഹമാണ്. എല്ലാവിധത്തിലും നിങ്ങളെ എപ്പോഴും സന്തോഷിപ്പിച്ചിരുത്താൻ മാത്രമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. അവർ നല്ല ഒരു പദവിയിലുള്ള ആളാണ്, നല്ല ഉദാരമായി സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് തരുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ മുന്നോട്ട് നയിക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്വയം സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാനും മറ്റുള്ളവരുടെ ആദരവൊക്കെ പിടിച്ചു പറ്റാനും മറ്റുള്ളവർ ഇവരെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി സംസാരിക്കുന്ന ഒരു സ്വഭാവവും ഉള്ളതായിട്ടാണ് കാണുന്നത്. വർക്ക്ഹോളിക്കാണ്, വീട്ടിലിരുന്നാലും സാമ്പത്തികം കയ്യിൽ വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
പിന്നീട് ഇവിടെ എപ്പോഴും വളരെയധികം സ്പീഡിലാണ് നിങ്ങളോടുള്ള കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്നാണ് ആക്ഷൻ എടുക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളല്ലാതെ ഈ ലോകത്ത് മറ്റൊരു വ്യക്തിയില്ല, നിങ്ങളാണ് സൗന്ദര്യമുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള വ്യക്തി നിങ്ങളാണ്. എപ്പോഴും അത് നിങ്ങളോട് പറയും. നിങ്ങളില്ലാതെ അവർക്കൊരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവർക്കത് പ്രകടിപ്പിക്കണം, അവരുടേതായ ആ സ്നേഹം അവർക്കത് പ്രകടിപ്പിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. എന്തെല്ലാം അവർക്ക് സാമ്പത്തികം കിട്ടിയാലും എന്ത് പ്രശ്നങ്ങൾ അവർക്കുണ്ടായാലും നിങ്ങളോടത് പറയാതെ, നിങ്ങളോട് പങ്കിടാതെ അവർക്കൊരു സമാധാനം കിട്ടില്ല. അത്രമാത്രം വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് അവർ എന്ന് കാണുന്നു. പലപ്പോഴും അവർക്ക് യാത്രകൾ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ചിലപ്പോഴവർ ഡ്രൈവിങ്ങിലൂടെ വലിയ ജോലി ചെയ്ത് അധ്വാനിച്ച് സാമ്പത്തികം ഉണ്ടാക്കുന്ന ആളാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ വാഹനം ഒക്കെ ഓടിക്കാനുള്ള ആഗ്രഹം ഒരുപാടുള്ള വ്യക്തികളാണെന്ന് കാണുന്നു. വാഹനം സ്വന്തമായിട്ട് വാങ്ങിക്കാനും അതിന് ലൈസൻസ് എടുക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത, അഥവാ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. അതിലൂടെ അവർക്ക് ഒരുപാട് ത്രില്ലടിക്കുന്നതായിട്ട്, ഒരുപാട് സന്തോഷം വരുന്നതായിട്ടും കാണുന്നു. യാത്രകൾ പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തു പോകാൻ, സ്വന്തമായിട്ട് കാറ്, ബൈക്ക് ഒക്കെയും ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ യാത്ര നിങ്ങളെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്കതിന് ഉത്തരം കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങളുമായി അത് കോണ്ടാക്റ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. പിന്നീട് വീണ്ടും വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവർ വിദേശത്തുള്ളവരാവാം. ഏത് കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാവാം. അപ്പം നിങ്ങളെയും വിദേശത്ത് കൊണ്ടുപോകണമെന്നല്ല എങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തണമെന്നും അല്ലെങ്കിൽ അത് വിവാഹം നടത്തി നിങ്ങളുമായിട്ട് പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. രാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങണം നിങ്ങളെ കൊണ്ട്, അതാണ് ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ടും. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും വളരെയധികം ഓപ്ഷനുണ്ട്, അവർക്ക് എപ്പോഴും ഓപ്ഷനുണ്ട്. പക്ഷെ അത് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായാൽ പോലും അതിന് നിങ്ങളുടെ അഡ്വൈസ് തേടാറുണ്ട്. ഓപ്ഷൻ വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അവർക്ക് നല്ല ദൈവാനുഗ്രഹം അവരിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ അവരിലേക്ക് വന്നു ചേരുന്നത്. എത്രമാത്രം അവർ തള്ളിക്കളഞ്ഞാലും ഡിവൈനിൽ നിന്ന് തന്നെ അവർക്ക് ഗിഫ്റ്റ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് തന്നെ അവർക്ക് ഗിഫ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിദേശത്തായാൽ പോലും നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും അവരുടെ എനർജി നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളോടൊരു കുട്ടിയെ പോലെ, ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കാളും താഴെയുള്ള ആളാണെന്ന് കാണുന്നത്, യങ്ങാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളോടുള്ള അതേ നിഷ്കളങ്കമായ സ്നേഹമാണ് നിങ്ങളോടുള്ളതെന്നും കാണുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറഞ്ഞാൽ പോലും ഉടനെ അവർക്കതിൻ്റെ കുറ്റബോധം, പശ്ചാത്താപമുള്ള വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. അതുതന്നെ നിങ്ങളോട് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിസ്സാരമായ ചില കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നുള്ള വളരെ വലിയ ആഗ്രഹമാണ് അവർക്കുള്ളത്. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സൈലൻസ് ട്രീറ്റ്മെൻറ്റിലാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുമായിട്ടൊരു കണക്ഷനില്ല, പിണങ്ങി ഇനി നോ കോണ്ടാക്റ്റ് വരികയാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ അവരങ്ങനെ ഇരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. നിങ്ങൾ വിചാരിക്കും അത് ഇനി വിളിക്കില്ല, ഇനി സംസാരിക്കില്ല എന്നൊക്കെ. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന് ഒരു അറുതി വരുത്തണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് അവിടെ സാധിക്കുകയില്ല എന്നാണ് കാണുന്നത്. പലപ്പോഴും നിങ്ങൾക്കതിന് സാധിക്കാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വിളി വരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരും.
അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴി അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് അവർ വിട്ടുപോകണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരിക്കലും കണ്ടില്ലേ, ഇവിടെ വിട്ടുപോകുന്ന എനർജിയേ ഇവിടെ വന്നിട്ടില്ല. നിങ്ങളുമായി ചേർന്നിരിക്കണം, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പരസ്പരം മനസ്സിലായിട്ടുണ്ട്. അത് ഏത് പ്രായത്തിലായാലും, ഞാൻ പറഞ്ഞില്ല, അത് ഏതൊരു പ്രായത്തിലായാലും അപ്രതീക്ഷിതമായി വന്നു ചേർന്നതാണ് ഈ ഒരു കണക്ഷൻ. നിങ്ങൾക്കത് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കും ഇവരെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെയും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ പരസ്പരം സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും അവർ കരുതുന്നത് എന്താണ്, നിങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി തരുന്നത്. അവർ നിങ്ങളാണ് എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾ, നിങ്ങളാണ് ബ്യൂട്ടി കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഹാൻസമായിട്ടുള്ളത് എന്നൊക്കെയാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടും നിങ്ങൾ ഉയർന്ന നിലയിലാണ് എന്നൊക്കെയാണ് അവർ, എന്തുകൊണ്ട് യോഗ്യത അവരെക്കാളും നിങ്ങൾക്കാണ് എന്ന് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ല എങ്കിൽ ചിന്തിച്ചുകൊണ്ടുമിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവർ മറ്റുള്ളവർക്ക് ഒരു ഗുരുവായി നിൽക്കാൻ അവരെ കൊണ്ട് കഴിയുന്നു. അങ്ങനെ തന്നെയാണ് അവരുടെ സംസാര രീതികളും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഏതൊരു കാര്യത്തിലും അവർ പ്രയത്നിക്കുന്നത്, അവർ ഹാർഡ് വർക്ക് ചെയ്യും. ഏത് കാര്യത്തിനും ഹാർഡ് വർക്ക് ചെയ്യും. അവർക്ക് എന്ത് കഴിവുണ്ടോ അതിലെല്ലാം അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ മിടുക്കരാണ്. കാരണം നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ആ ഒരു റിസൾട്ട് കിട്ടിയേ അവർ അടങ്ങൂ എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ അവരെ മറ്റുള്ളവർ അറിയപ്പെടുകയും ചെയ്യും, അവരെ മറ്റുള്ളവർ പ്രശംസിക്കുകയും ചെയ്യും. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അവരുടെ സംസാരം കേൾക്കാൻ മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. ഹി ഓർ ഷീ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ ഒക്കെ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഒന്നിച്ച് സഹകരിക്കാൻ, മറ്റുള്ളവരോട് സഹകരണം ഉള്ള വ്യക്തിയാണ്. സെപ്പറേറ്റായി നിൽക്കില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ, സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ സെപ്പറേറ്റായി നിൽക്കുന്നില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രകൃതമല്ല. ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് അവർക്ക് ഇഷ്ടമാണ്. കൂടെ ചേർന്ന് സഹകരിച്ച് ഷെയർ ചെയ്ത് മറ്റുള്ളവരോട് സഹകരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നു. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത, എങ്ങനെയായാലും അത് നിങ്ങൾക്ക് കൂടി തരണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കാനും ഉള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മറ്റു ചിലരുണ്ട്, ഇവിടെ വഞ്ചിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എനർജി ഒന്നും ഇവിടെ കാണാനില്ല. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം വളരെയധികം പ്യുവറായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്യുവറായിട്ടുള്ള, സിൻസിയറായിട്ടുള്ള ഒരു ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും കണ്ടില്ലേ, ഒന്ന് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങൾ ഇല്ലാതെ അവർക്കൊരു ലൈഫില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ല, നീയാണ് എൻ്റെ ലോകം, നീ ഇല്ലാതെ എനിക്കൊരു ലൈഫില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരവസ്ഥയും ഇവിടെ കാണുന്നില്ല. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഒന്നും ഈ ഒരു റീഡിങ്ങിൽ കാണുന്നില്ല. ഉണ്ടായിരിക്കാം, പക്ഷേ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് 100% പ്യുവറായ ലവ് ആണ് എന്ന് തന്നെ പറയാൻ കഴിയും. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഏസ് ഓഫ് വാൺസ് ആണ്. ഇവിടെ വീണ്ടും പുതിയ തുടക്കം നിങ്ങൾ തുടങ്ങും. കാരണം ചിലപ്പോൾ ചിലരൊക്കെ വീട് വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്ന എനർജി ആവാം, നിങ്ങൾ ഒന്ന് ചേർന്ന് ഒരു ലൈഫിലേക്ക് കടക്കുന്ന എനർജിയും ആവാം. അങ്ങനെയും സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പൂർണ്ണതയുണ്ട്. പക്ഷേ നിങ്ങളും കൂടെ വന്നു കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു സ്നേഹം അവർ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്.
കുറച്ച് ദിവസം വിട്ടുപിരിഞ്ഞിരുന്നാൽ പോലും അത് സാമ്പത്തികമായി മണി ഏൺ ചെയ്യാനുള്ള ചില ഹാർഡ് വർക്കിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഒന്ന് സൈലൻസിൽ ഇരിക്കുന്നതാവാം. അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഇവിടെ വന്നിട്ടില്ല. കുറ്റബോധം ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഇവിടെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അവർക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവാം. ഈ ഒരു കുറ്റബോധത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അല്ല എങ്കിൽ നിങ്ങളുടെ സോൾ കണക്ഷനാണത്. മനസ്സിലായില്ലേ? അത്രമാത്രം ആത്മബന്ധമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്ലവറിങ് നല്ല ക്രിയേറ്റീവ് പവർ ഉള്ളവരാണെന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ? നല്ല എന്ത് കഴിവുണ്ടെങ്കിലും അതിനെ ബിൽഡപ്പ് ചെയ്ത് പ്രയത്നിച്ച് അതിലൂടെ മണി ഏൺ ചെയ്യാനും അതിലൂടെ പ്രശസ്തി കേൾക്കാനും ഒക്കെ കഴിവുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കുമാകാം, ഹി ഓർ ഷീ. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇവിടെ വന്നിരിക്കുന്ന എനർജി വെച്ചിട്ടാണ് ഞാൻ ഈ റീഡിംഗ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാര്യം. സാമ്പത്തികം ഉണ്ടാക്കുന്നത് വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, രണ്ട് കൂട്ടരും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർ ഉടനെ തന്നെ ഗൈഡൻസ് തരും. അങ്ങനെ വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്യൂ, ഒന്ന് ലൈഫിലൊന്ന് എന്തെങ്കിലും നേടിയെടുക്കൂ, വെറുതെ ഇരുന്ന് മുഷിയണ്ട. ഇതൊക്കെ അവർ അഡ്വൈസ് തന്നുകൊണ്ടേയിരിക്കും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണിത്. കാരണം അവർ അത്രമാത്രം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, അവർക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ശക്തികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അത്രമാത്രം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് അവരെന്ന് കാണുന്നത്. ഹെൽത്തിലായാലും വെൽത്തിലായാലും അവർക്ക് നല്ല പ്രോഗ്രസ് ഉള്ള ആൾക്കാരുണ്ടാവുന്ന ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവർ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, യോഗ ചെയ്യുന്ന, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന, എന്തെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ചക്രാസിനെ കുറിച്ച് അറിവുള്ളവരാവാം. ഒക്കെയും ഇവിടെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. ഏത് നാട്ടിലുള്ളവരുമാകാം, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ളവർ മാത്രമല്ല, ഏതൊരു നാട്ടിലും ജോലി ചെയ്യുന്ന ആൾക്കാരും ആവാം. വാഹനം ഓടിക്കുന്നവരാവാം, വാഹനം ഓടിച്ച ലോറി ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ കാർ ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ആളാവാം. എങ്ങനെയായാലും അങ്ങനെ മണി ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു തരം ആൾക്കാർ അലസത കാണിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. രണ്ട് തരം ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഒരു തരത്തിലുള്ള ആൾക്കാർ അലസത കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് റിയലായിട്ടും പ്യുവറായിട്ടും സിൻസിയറായിട്ടും ലവ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ്. സോൾ കണക്ഷനുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വിട്ടുപിരിയുന്ന എനർജി അല്ല. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ തന്നെയും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. അഥവാ അല്പം ലേറ്റ് ആയാൽ പോലും നിങ്ങളോടൊപ്പം തന്നെ കാണും. നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ റീയൂണിയൻ നടക്കുകയും റീകൺസിലേഷനൊക്കെ നടക്കുന്ന എനർജിയാണ്. ഇവിടെയും സിൻസിയർ ലവ് ആണ്, ഇവിടെയും അത് തന്നെ കാണുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഇവിടെയും ഫ്ലവറിങ് കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റെസണേറ്റ് ആവുന്നവർക്ക്, അല്ലാത്തവർ വിട്ടേക്കുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.